ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബേബി വീട്ടിൽ ഇപ്പോൾ ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുകയാണ്. അങ്ങനെ കേക്ക് മുറിച്ച് ആ കേക്കൊക്കെ കഴിക്കുന്ന സമയത്ത് അനിമോൾ അവിടെ ഫണ്ണ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പറക്കും തളയിലെ ആ ഒരു വാസന്തിയുടെ ഒരു റോള് എടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒരുപാട് ചിരിയാണ് വന്നത്. കാരണം അനിമോളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ അനിമോൾ അവിടെ ഓരോ കാര്യത്തിനും ഫണ്ണ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇപ്പോൾ ബേബി വീട്ടിൽ ഏറ്റവും നല്ലൊരു പെൺകുട്ടിയായിട്ടുള്ളത് നമ്മുടെ അനിമോൾ മാത്രമാണ് കേട്ടോ. ബാക്കി എല്ലാവരും കുത്തിത്തിരിപ്പിൻ്റെ ഉസ്താദുകൾ തന്നെയാണ്. റന, ഫാത്തിമ, ആദില, നൂറ എല്ലാവരും കൂടി സെക്ഷൽ വരെ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. ലൈവിലും അങ്ങനെ ഒരു വീഡിയോസ് കണ്ടിരുന്നു. പോരാത്തതിന് ഇപ്പോൾ അനുമോളെ പുറത്താക്കാൻ വേണ്ടിയുള്ള കളിയാണ് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ആദില, നൂറ. ഈ ആദില പുറത്തു പോയാൽ തന്നെ അവിടെ നൂറ നന്നായി കളിക്കും, നന്നായിട്ട് ഗെയിം കളിക്കും. നൂറ ഫസ്റ്റിലേക്ക് വരികയും ചെയ്യും. പക്ഷേ ഒരു റിയാസ് വന്നതോടുകൂടി നമ്മുടെ ലക്ഷ്മി കുതിച്ചു ഉയരുകയാണ് ചെയ്തത്. അപ്പോൾ ബർത്ത്ഡേ അന്ന് ലക്ഷ്മിയുടെ അമ്മ പറയുന്നത് മോൾ നന്നായി കളിച്ച് വരണം, ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് മോൾക്ക് നല്ല ഉപദേശം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബർത്ത്ഡേൻ്റെ അന്ന് ഈ കേക്കൊക്കെ മുറിച്ച്, അത് ഒരു ക്രീം കേക്കായിരുന്നു കേട്ടോ, ബ്ലാക്ക് ഫോറസ്റ്റ് പോലത്തെ. അത് കഴിച്ചിട്ട് അനു പല്ലിൽ തേച്ചുകൊണ്ട് ഇളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ സത്യം പറയണത് നമുക്ക് പേടിയായി പോവും. പക്ഷെ ഒരുപാട് ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഇപ്രാവശ്യത്തെ കപ്പ് ഒന്നില്ലെങ്കിൽ നമ്മുടെ അനീഷ് എന്നെ തൂക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ അനീഷ് നല്ലൊരു ക്യാരക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ ഷാനവാസ് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളടത്ത് അണ്ണാക്ക് തന്നെ അടിച്ചു കൊടുക്കും. പക്ഷേ ആദിലയോടും നൂറയോടും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ ഒരു ഇഷ്ടം അവർ തന്നെ ഇന്നലെ മുതൽ ഇല്ലാതാക്കിയെടുത്തു. ശരിക്കും ആദില ആ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുക തന്നെ വേണം. റന ഫാത്തിമ ഇപ്പോൾ ഏകദേശം ഒന്ന് ബാക്കടിച്ച് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ റന ഫാത്തിമയ്ക്ക് ഏകദേശം മനസ്സിലായി ഇനി കൂട്ടുകൂടിയാൽ ശരിയാവില്ല എന്ന് തോന്നിക്കൊണ്ട് റന കുറച്ച് ബാക്കടിച്ചു. ജിസൈലിനോടും ആര്യനോടൊക്കെ വേർതിരിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ലാലേട്ടൻ വന്ന് ആരെ പൊരിക്കും ആരെ പൊരിക്കില്ല എന്ന് നോക്കാം. എന്ത് തന്നെയായാലും ജിസൈലിനെയും ആര്യനെയും നെവിനെയും ഒന്നും ലാലേട്ടൻ ഒന്നും പറയില്ല, ഓമനിച്ച് കൂടെ നിർത്തും. അവരെന്ത് തെറ്റിയതില്ല കണ്ണടിച്ച് കാണിക്കും. ആ സ്ഥാനത്ത് അനുവോ മറ്റുള്ളവരോ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% അതെന്തായാലും പൊക്കി പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്തിനാണ് ഇവിടെ ഒരു വേർതിരിവ് കാണിക്കുന്നത്? എല്ലാവരും ഒരുപോലെയാണെന്ന് ലാലേട്ടനും മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ബൈ ബൈ.